ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ഈ ബൈബിളുണ്ടോ? ബൈബിൾ ഉള്ളവര് എടുക്കുക, ഇല്ലാത്തവര് നോക്കുക. അച്ഛനെ നോക്കുക, ബാക്കിയുള്ളവര് എടുക്കുക. എന്താണെങ്കിലും ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം, 14-15. എന്നാൽ അല്ലെങ്കിൽ അതിന് 12-ന്റെ അവസാന പാർട്ട് തൊട്ട് വായിച്ചോ. ഈ കിണറ്റിൽ നിന്നാണ് യേശു പറഞ്ഞു അവിടെ മുതൽ വായിച്ചേ. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി ആകും. അപ്പോൾ അവള് പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കുന്നവന് പിന്നീട് വീണ്ടും ദാഹിക്കും. അതേത് വെള്ളമാ? നമ്മുടെ പച്ചവെള്ളം. അതാണോ? അല്ല. എന്ത് വെള്ളം കുടിക്കുന്നവനാണ് വീണ്ടും വീണ്ടും ദാഹിക്കുന്നത്? അതിന് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോവാം. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ വീണ്ടും വീണ്ടും സംതൃപ്തിക്ക് വേണ്ടി മനുഷ്യരെ തിരയുന്നുണ്ടെങ്കിൽ, വസ്തുക്കളെ തേടുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ദാഹത്തിന് ശമനം കിട്ടുന്നത് സമ്പാദ്യത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതോ മറ്റെന്തോ സന്തോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് പുഞ്ചിരിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തെറ്റി എന്ന് കർത്താവ് പറയാൻ പോവാണ്. എന്താ കർത്താവ് പറയുന്നത്? ഈ ജലം കുടിക്കുന്നവന്, ഈ വെള്ളം കുടിക്കുന്നവൻ ഏവനും വീണ്ടും ദാഹിക്കും. അതെന്തൊക്കെ ജലമാണ്? ഈ ഭൂമി തരുന്ന ഏത് സൗഭാഗ്യങ്ങളും ഈ ജലത്തിൽ പെടാം. അങ്ങനെയാണ് അത് എന്തൊക്കെയാവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ കാരണം വീട് വെക്കാതിരിക്കുന്ന അല്ല, രണ്ടാം നില പണിത തീരുന്ന പ്രശ്നമല്ല നമുക്കുള്ളത്. പുതിയ വാഹനം എത്തിയാൽ അത് തീരത്തില്ല, കല്യാണം കഴിച്ചാൽ അത് മാറത്തില്ല, കുഞ്ഞിനെ കിട്ടിയാൽ അത് അവസാനിക്കത്തില്ല. എന്നിട്ടും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഇതുവരെയും പോയ പള്ളികളിലെല്ലാം നടന്നിട്ട് നമ്മൾ പറഞ്ഞത് മുഴുവൻ എന്താ? ഈ ജലത്തെക്കുറിച്ച്, ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സത്യം, അതാണ് സത്യം. നമ്മള് ഇപ്പൊ പോലെ നിങ്ങളുടെ പ്രാർത്ഥന നീയല്ല എന്ന് എഴുതി തന്നെന്ന് പറഞ്ഞാല് ഞാൻ വായിച്ചു ചെട്ടും. ദൈവമേ, ഇവർക്കൊന്നും മനസ്സിലായില്ല. അവര് വീണ്ടും എഴുതിയിരിക്കുകയാണ്. കൊച്ചിന്റെ IELTS 5-ാമത്തെ പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. അച്ഛാ, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വന്നിരിക്കുന്നത് 6-ാമത്തെ പ്രാവശ്യം നാണം കെട്ട് എഴുതാൻ പോവാ, ജയിപ്പിച്ചു തരണം. അതെ, അത് വേണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ. ആ ജലം കൊണ്ട് സംതൃപ്തി കിട്ടുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് യാത്ര അവസാനിപ്പിക്കാൻ തയ്യാറാവരുത്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ യജ്ഞത്തിലല്ല നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നതെന്ന് ചിന്തിക്കണം. നമ്മൾ ഇതിലൂടെ എല്ലാം യാത്ര പോയാൽ നമുക്ക് സംതൃപ്തി കിട്ടുകയില്ല. ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ കുഞ്ഞിന് നല്ല പെൺകൊച്ചിനെ കിട്ടാൻ വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മെച്ചപ്പെടാൻ പ്രാർത്ഥിച്ചു. പിന്നെ അവരെവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിന്റെ സ്വഭാവം നമുക്ക് അതുപോലെ പിടിച്ചു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരണം. യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരണം. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറയേണ്ടതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അവഗണിച്ചിട്ട് ബാക്കി എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടുകയില്ല. നമ്മുടെ സമാധാനം അതുകൊണ്ടും കിട്ടത്തില്ലെന്നേ. അപ്പൊ പിന്നെ ഇങ്ങനെ എന്നും നിലവിളിച്ച് നമ്മള് അവസാനം അങ്ങ് മരിക്കും. അങ്ങനെ മരിക്കേണ്ടവരായിരുന്നില്ല നമ്മള്. കുറച്ചുകൂടൊക്കെ സമാധാനത്തിന് സാധ്യത ഉണ്ടായിരുന്നു, കുറച്ചുകൂടൊക്കെ സ്വസ്ഥതയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല, അത് നിലനിൽക്കുന്ന സമാധാനമാണ്. ഈശോ തന്നിട്ട് പോയ സമാധാനത്തിന്റെ പേരെന്താ? പരിശുദ്ധാത്മാവല്ലേ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വായിച്ചു നോക്കിക്കേ, അന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ നമുക്ക് മനസ്സിലാവും. അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വീട്ടകങ്ങള് അഭിഷേകം പ്രാപിക്കുന്നത്, സമൂഹത്തിന്റെ അകത്തളങ്ങളില് അഭിഷേകം ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗലാത്യ ലേഖനം എത്രയാ? 5 എന്നിട്ട് അതിന്റെ ഫലം ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യ 5-ന്റെ ഫലങ്ങൾ മാത്രം വായിച്ചേ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ
സ്നേഹം. സ്നേഹം ഒന്ന് വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കണേ. എന്തിനാണെന്നറിയോ? വായിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് നിറയണം. ഇങ്ങനെ ഒരു അഭിഷേകം അപ്പസ്തോല സഭയിലുണ്ടായിരുന്നു. പത്രോസ് ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവരെല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് ഇങ്ങനെ അങ്ങ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പന്തക്കുസ്തയുടെ ദിവസത്തിന് വേണ്ടി നമുക്കൊരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയാമോ? എല്ലാ അവസാന മണിക്കൂറിലാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിവിടെ ഈ ദിവസങ്ങളിൽ ഇരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, പന്തക്കുസ്ത ദിനത്തിൽ മാത്രം സംഭവിക്കാനിരിക്കുന്ന അഭിഷേകമാണ് പന്തക്കുസ്ത അഭിഷേകം. അങ്ങനെയല്ല. കാരണം എന്തെന്നറിയാമോ? പന്തക്കുസ്ത അഭിഷേകത്തിലാണ് സഭ. പന്തക്കുസ്ത അഭിഷേകത്തിലാണ് സഭ. കാരണം അത് പന്തക്കുസ്ത അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വന്തമായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഒരു പന്തക്കുസ്ത പ്രത്യേക കാത്തിരിപ്പ് പ്രാർത്ഥന? അതിന് കാരണമുണ്ട്, അത് പറയാ. പന്തക്കുസ്ത അഭിഷേകത്തിലാണ് സഭ എന്നതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ തന്നെ ആര് വരും? അവന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ആര് നിറയും? ആദിമസഭയിൽ നിറയപ്പെട്ട അതേ ആത്മാവ് ഇന്ന് അവനെ കുറിച്ച് പറയും. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം. ഈശോ എന്ന നാമം പറയുമ്പം ഈശോയുടെ സാന്നിധ്യം നിറയും. പരിശുദ്ധാത്മാവ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പറയുമ്പം ആ ഫലങ്ങൾ നിറയും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വിപരീതമായ കാര്യങ്ങൾ നമ്മൾ അധികം പറയുന്നില്ല, കേട്ടോ. അതിന് പകരം പരിശുദ്ധാത്മ ഫലങ്ങൾ പറയാം. പറഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മ ഫലങ്ങൾ പറഞ്ഞ് സ്നേഹം. അപ്പം പറയുമ്പം തന്നെ ആഗ്രഹിക്കണം ഇത് എന്നിൽ ഒന്നുകൂടെ നിറയണം. കാരണം എന്നിൽ അത് ഇച്ചിരി കുറവായിട്ട് നിൽക്കുക. ഈ അടുത്ത് സ്നേഹം കുറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ കുറെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സ്നേഹം കുറയുമ്പോൾ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പറയട്ടെ. സ്നേഹം കുറയുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യം വേണം. ഓരോന്നിനും അങ്ങനെ പറയാൻ സമയമില്ല. സ്നേഹത്തിന് മാത്രം കാര്യം പറയാം. അത് അച്ഛനൊരു സ്വഭാവ വൈകല്യമുണ്ട്, ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ പറ്റുന്നില്ല. എന്നാലും പറയാൻ പറ്റുന്നതൊക്കെ പറയാം. 1 കൊരിന്ത്യർ 1 പറഞ്ഞിട്ട് വേറെ പലതിലോട്ട് പോകും. സ്നേഹം കുറയുമ്പോൾ സംഭവിക്കുന്ന കുറവറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 13 13 അവിടെ സ്നേഹം എന്തല്ല എന്ന് പറയുന്നുണ്ട്, സ്നേഹം എന്താണെന്ന് പറയുന്നുണ്ട്. അതിന്റെ 4 മുതൽ വായിച്ചേ. സ്നേഹം അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം. സ്നേഹം കുറഞ്ഞു എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അസൂയ വരുന്നു, അഹങ്കാരം വരുന്നു, ആർത്തി വരുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, ഇറിറ്റേഷൻ വരുന്നു, ഒരാളൊന്ന് ചുമച്ചാൽ പോലും ദേഷ്യം വരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? അമ്മയ്ക്ക് ഒത്തിരി പണിയും വരുന്നു, അല്ലേ? അമ്മയ്ക്ക് ഒത്തിരി മാറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒത്തിരി പണിയും വരുന്നു, അല്ലേ? കുഴപ്പമില്ല. അച്ഛൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യം അനുസരിച്ച് എല്ലാം മാറ്റാൻ കഴിവുള്ളവരെ കർത്താവ് കൊണ്ട് ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കൃപയാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹം പറഞ്ഞ് സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. ഇത് വായിക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണേ. എന്താണെന്നറിയാൻ ശ്രദ്ധിക്കേണ്ടത്? ഇത് വല്ലതും 7 അയലത്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഏത് 7 അയലത്ത്? ആരുടെ 7 അയലത്താ? എന്റെ ഓരോരുത്തരും സ്വന്തം സ്വഭാവത്തിന്റെ 7 അയലത്ത് എന്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കണം, പരിശുദ്ധാത്മാവിന്റെ ആ ഫലം എന്നിൽ നഹി ഫലം, കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് അത് നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അത് നിറയാൻ വേണ്ടി എപ്പോ ആഗ്രഹിക്കണം? ഇപ്പൊ ആഗ്രഹിക്കണം. ഇപ്പൊ ആഗ്രഹിച്ച ഇപ്പൊ തരുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇപ്പൊ ആഗ്രഹിച്ചു അത് ദൈവത്തിന്റെ കൃപയായിട്ട് മാറും. ഒന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. സ്നേഹം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, കർത്താവേ സമാധാനം നിറയട്ടെ, ആത്മസംയമനം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശ്വസ്തത നിറയട്ടെ, ആത്മാവിന്റെ ഫലദാനങ്ങളാൽ മക്കൾ നിറയട്ടെ, കൃപാദാനങ്ങൾ ചൊരിയപ്പെടട്ടെ. റുഹായേ വരണമേ, 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 ജീവിതങ്ങളിലേക്ക് വരണമേ, അഭിഷേകമായിട്ട് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വായിച്ചേ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുണ്ട് നമുക്ക്. അപ്പൊ ഒരാളെ നമ്മൾ പെട്ടെന്ന് നമ്മൾ മറ്റൊരാളിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, ഒരാൾ അടുത്ത് വരുമ്പം തന്നെ ഇപ്പോ എന്ന് പറയുന്നുണ്ട്, ദയ കുറയല്ലേ, സ്നേഹം കുറഞ്ഞിട്ട് കൊച്ചു പോയേ എന്ന് നമ്മൾ കൊച്ചിനോട് പെട്ടെന്നൊക്കെ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഓർക്കണം, നമ്മളുടെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആരെയും കാണാതെ ഉൾവലിഞ്ഞ് നമ്മൾ മുറിക്കകത്ത് മാത്രം ഇരിക്കുമ്പോഴോ സ്നേഹം പോയി, എനിക്ക് ആരെയും കാണണ്ട, ഡോർ ഈസ് ക്ലോസ്ഡ്. അകത്തൊരാള് കഠിനമായ പരിശ്രമത്തിലാണ്, ഉറക്കുക. ആരെയും കാണാതെ ഉൾവലിയുമ്പം, ഒറ്റയ്ക്കാവുമ്പം ഓർക്കണം,
സ്നേഹം വല്ലാതെ വറ്റി, ആർക്കും മുഖം തരാതെ നമ്മൾ അകത്തൊളിക്കുമ്പം ഓർക്കണം, എനിക്ക് എൻ്റെ ഒരു സ്വാർത്ഥതയുടെ കിടങ്ങിൽ കുരുക്കിൽ ഞാൻ പെട്ടു. ധ്യാനത്തിന് വേണ്ടി മാറിയിരിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ധ്യാനത്തിന് വേണ്ടിയുള്ള മാറിയിരിപ്പിനെ കുറിച്ചല്ല. അത് ധ്യാനം കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് അവർ തിരിച്ചു വരും. പക്ഷെ പ്രിയപ്പെട്ട, ഇത് വേറെ ഒരു സാധനമാണ്. അപ്പം പറ, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ലാന്ന്. സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നേ. അപ്പൊ നമുക്കുള്ള സാധനവും നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക, ചെർച്ചിൽ എന്ന് പറയുന്ന പ്രത്യേക പേരാണ് സ്നേഹം.